നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാത്തിരിപ്പിന് വിട. മുട്ടിക്കടവ് നിവാസികൾക്ക് സ്വപ്ന സാക്ഷാത്കാരം. നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ പുന്നപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച മുട്ടിക്കടവ് പാലവും അപ്രോച്ച് റോഡും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. തൃക്കൈക്കുത്ത് പാലം ഉദ്ഘാടനം വേദിയിൽ ഇറങ്ങിപ്പോക്ക്. വണ്ടൂർ ബ്ലോക്ക് പ്രസിഡന്റ് അസ്കർ അലിയാണ് പ്രോട്ടോകോൾ ലംഘിച്ചതിൽ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയത്. നിലമ്പൂർ പാലക്കയം നഗറിൽ കാട്ടാനയുടെ വിളയാട്ടം. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്ക് തകർത്തു. ചാലിയാർ പഞ്ചായത്തിലെ പാലക്കയം നഗറിലാണ് ഇന്ന് പുലർച്ചെ മോഴയാന പാലക്കയം നഗറിലെ ചെറിയ ചൈരന്റെ വീട്ടുമുറ്റത്തെത്തി ബൈക്ക് തകർത്തത്. വഴിക്കടവ് ചക്കപ്പാടം റോഡിലെ മണിമൂളിപ്പാലം അപ്രോച്ച് റോഡ് ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. പാലമാട് നഗര സൗന്ദര്യവൽക്കരണം പൂർത്തീകരിച്ചതിന്റെയും ഇരുട്ടുകുത്തി പോത്തുകല്ല് പാലം പ്രവൃത്തി ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. പ്ലാൻ ഫണ്ട് വിനിയോഗം മലപ്പുറം ജില്ല 1ാം സ്ഥാനത്ത്. നടപ്പ് വാർഷിക പദ്ധതി നിർവഹണത്തിൽ ജില്ലയിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ പദ്ധതി വിഹിതത്തിന്റെ 74% ചെലവഴിച്ചാണ് സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനത്തെത്തിയത്. വാർത്തകൾ വിശദമായി. കാത്തിരിപ്പിന് വിട. മുട്ടിക്കടവ് നിവാസികൾക്ക് സ്വപ്ന സാക്ഷാത്കാരം. നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ പുന്നപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച മുട്ടിക്കടവ് പാലവും അപ്രോച്ച് റോഡും പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. 2020-21 ബജറ്റിൽ ഉൾപ്പെടുത്തി 6.20 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. 2016 മുതൽ കേരളത്തിലെ പശ്ചാത്തല വികസന മേഖലയിൽ വലിയ കുതിപ്പ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പുതിയ പാലങ്ങൾ, റോഡുകൾ, കെട്ടിടങ്ങൾ ഒക്കെ വന്നു. ഈ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 9 വർഷം എടുത്ത് പരിശോധിച്ചാൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ മാത്രം പൂർത്തീകരിച്ചതും പ്രവൃത്തി നടക്കുന്നതുമായ പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവൃത്തികളുടെ തുക പരിശോധിച്ചാൽ ഞെട്ടിക്കുന്നതാണ്. 500 കോടിയോളം രൂപയുടെ പദ്ധതികളാണ് ഇവിടെ പൂർത്തീകരിച്ചതും പ്രവൃത്തി നടക്കുന്നതും എന്നുള്ളതാണ് അതിന്റെ വസ്തുത. ഭൂരിഭാഗവും പൂർത്തിയായി കഴിഞ്ഞു. 208 കിലോമീറ്റർ വരുന്ന പൊതുമരാമത്ത് വകുപ്പ് റോഡുകളിൽ അത് 22 റോഡുകളാണ്. ഇതിൽ 20 റോഡുകൾ 182 കിലോമീറ്റർ റോഡുകളും ഇന്ന് BMNBC നിലവാരത്തിൽ വരുന്നു കഴിഞ്ഞു. BMNBC എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഇന്ന് റോഡ് നിർമ്മാണ രീതിയിൽ ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതിയാണ്. 2020-21 ബജറ്റിൽ ഉൾപ്പെടുത്തി 6.20 കോടി രൂപ ചിലവിലാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. 90 മീറ്റർ നീളം വരുന്ന മുട്ടിക്കടവ് പാലത്തിന് 4 സ്പാനുകളാണ് ഉള്ളത്. പാലത്തിന് 7.5 മീറ്റർ വീതിയുള്ള കാരേജ് വേയും 1.35 മീറ്റർ വീതി വരുന്ന നടപ്പാതയും ഉൾപ്പെടെ 9.50 മീറ്റർ വീതിയുണ്ട്. മുട്ടിക്കടവ് ഭാഗത്ത് 217 മീറ്റർ നീളവും പള്ളിക്കുത്ത് ഭാഗത്ത് 80 മീറ്റർ നീളവുമുള്ള അപ്രോച്ച് റോഡും യാഥാർത്ഥ്യമായിട്ടുണ്ട്. ചടങ്ങിൽ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി പുഷ്പവല്ലി അധ്യക്ഷയായി. ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സമ സെബാസ്റ്റ്യൻ, ജില്ലാ പഞ്ചായത്ത് അംഗം NA കരീം, നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ CK സുരേഷ്, സൂസൻ മത്തായി, ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഹാൻസി, നിഷിത മുഹമ്മദ്, PV പുരുഷോത്തമൻ, വിവിധ പാർട്ടികളെ പ്രതിനിധീകരിച്ച് T രവീന്ദ്രൻ, താജ സക്കീർ, പറമ്പിൽ ബാവ, മാത്യു K ആന്റണി, MA തോമസ്, വിനീഷ്, പ്രൊഫസർ അബ്രഹാം P മാത്യു, P മധു, ഷൗക്കത്ത് കോഴിക്കോടൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹൈജീൻ ആൽബർട്ട് സ്വാഗതവും C റിജോ റിന നന്ദിയും പറഞ്ഞു. തൃക്കൈക്കുത്ത് പാലം ഉദ്ഘാടനം വേദിയിൽ ഇറങ്ങിപ്പോക്ക്. വണ്ടൂർ ബ്ലോക്ക് പ്രസിഡന്റ് അസ്കർ അലിയാണ് പ്രോട്ടോകോൾ ലംഘിച്ചതിൽ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയത്. മമ്പാട് പഞ്ചായത്ത് പ്രസിഡന്റിന് ശേഷമായിരുന്നു അസ്കർ അലിക്ക് ആശംസാ പ്രസംഗത്തിന് അവസരം. പരിപാടിക്ക് ക്ഷണിച്ച പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരെ പ്രതിഷേധം അറിയിച്ച് പ്രസംഗിക്കാതെ അദ്ദേഹം വേദി വിട്ടു.
ഉദ്ഘാടന ചടങ്ങ് CPM പരിപാടിയാക്കി മാറ്റിയെന്ന് അസ്കർ അലി കുറ്റപ്പെടുത്തി. നിലമ്പൂർ പാലക്കയം നഗറിൽ കാട്ടാനയുടെ വിളയാട്ടം. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്ക് തകർത്തു. ചാലിയാർ പഞ്ചായത്തിലെ പാലക്കയം നഗറിലാണ് ഇന്ന് പുലർച്ചെ മോഴയാന പാലക്കയം നഗറിലെ ചെറിയ ചൈരന്റെ വീട്ടുമുറ്റത്തെത്തി ബൈക്ക് തകർത്തത്. ഇന്ന് പുലർച്ചെയാണ് കാട്ടാന പാലക്കയം നഗറിലെ ചെറിയ ചൈരന്റെ വീട്ടുമുറ്റത്തെത്തി ബൈക്ക് തകർത്തത്. വ്യാപകമായി കൃഷിയും നശിപ്പിച്ചു. ചൈരന്റെ മരുമകൻ അഭിലാഷിന്റെ ബൈക്കാണ് തകർത്തത്. കഴിഞ്ഞ ദിവസം ഊരുമൂപ്പൻ പാലക്കയം കൃഷ്ണൻകുട്ടിയുടെ വീട്ടുമുറ്റത്തെത്തി പരാക്രമം നടത്തിയ മോഴയാനയാണ് വീണ്ടും എത്തിയത്. മുതുവാൻ കാട്ടുനായക്ക വിഭാഗങ്ങളിലായി 100ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന പാലക്കയം നഗറിലാണ് കാട്ടാന ഭീതി വിതയ്ക്കുന്നത്. ആനഭയം മൂലം കിടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് ചെറിയ ചൈരൻ പറഞ്ഞു. മക്കളും വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ കുത്തിട്ട് ഈ ചെറിയ കുട്ടികൾ മക്കളും കയ്യിലും പോയി വന്നാൽ ഇവിടെ ഒന്ന് അന്തിയുറങ്ങാൻ പോലും പറ്റുന്നില്ല. ആന വെച്ചിട്ടും ഔട്ടും വന്ന് നഷ്ടം കാട്ടി പോകുന്നത് പോട്ടെ, ഇവിടെ കുടിയിലൊന്ന് കിടക്കാൻ പോലും ഒരു സുഖമല്ല. പേടിച്ചിട്ട് ചെറിയ മക്കൾ 2-3 പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ഇങ്ങനെയൊക്കെ തന്നെ ഇതൊന്നില്ല. അപ്പുറത്ത് കാരണവരെ വരെ കയറി ഇവിടെ ഇപ്പം എൻ്റെ വീട്ടിൽ കയറി ഇന്ന് വാഴ കുറെ കളഞ്ഞ്, അത് കഴിഞ്ഞ് വന്ന് വണ്ടി കളഞ്ഞ് കവുങ്ങൽ കയറി, കവുങ്ങം കളഞ്ഞ് കുറെ, പിന്നെ ഇത് കശുമാവും കുറച്ച് കളഞ്ഞ് 2-3 അതും കളഞ്ഞ്. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം പോർഷന്മാരോ ഇനി സർക്കാർ ഏത് വകുപ്പിലാണെങ്കിൽ നമുക്ക് ഇവിടെ കുത്തിരിക്കാൻ പറ്റാൻ ഞാനെ കൊണ്ടുള്ള ശല്യം തന്നെ. അത് തന്നെ ശല്യം. പതിറ്റാണ്ടുകളായി ആദിവാസി കുടുംബങ്ങൾ താമസിക്കുന്ന ഇവിടെ ഇപ്പോൾ കാട്ടാന ഭീതിയിലാണ്. കൃഷിയിടങ്ങളിലെ പ്ലാവുകളിലുള്ള ചക്ക പറിക്കാനാണ് രാത്രിയാകുന്നതോടെ കാട്ടാനകൾ എത്തുന്നത്. വഴിക്കടവ് ചക്കപ്പാടം റോഡിലെ മണിമൂളിപ്പാലം അപ്രോച്ച് റോഡ് ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. പാലേമാട് നഗര സൗന്ദര്യവൽക്കരണം പൂർത്തീകരിച്ചതിന്റെയും ഇരുട്ടുകുത്തി പോത്തുകല്ല് പാലം പ്രവൃത്തി ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. 4.6 കോടി ചിലവിൽ 38.50 മീറ്റർ നീളത്തിലാണ് മണിമൂളി പാലം നിർമ്മിച്ചിട്ടുള്ളത്. 2022 ഒക്ടോബറിലാണ് നിർമ്മാണം തുടങ്ങിയത്. പാലത്തിന് 7.50 മീറ്റർ വീതിയുള്ള കാരിയേജ് വേയും 1.50 മീറ്റർ വീതി വരുന്ന ഇരുവശങ്ങളിലുമുള്ള 2 ഫുട്പാത്തുകളും കൂടി ആകെ 11 മീറ്റർ വീതിയാണ് ഉള്ളത്. മരുത ഭാഗത്തെ അപ്രോച്ച് റോഡിന് 90 മീറ്റർ നീളവും വഴിക്കടവ് ഭാഗത്ത് 100 മീറ്റർ നീളവുമാണ് ഉള്ളത്. പാലത്തിനും അനുബന്ധ റോഡിനും BM&BC സർഫേസിംഗ്, റോഡ് സേഫ്റ്റി പ്രവൃത്തികൾ, ബേം കോൺക്രീറ്റ് പ്രവൃത്തികൾ, വാഹന സുരക്ഷാ സംവിധാനവും പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചാലിയാർ പുഴയ്ക്ക് കുറുകെയായാണ് പോത്തുകല്ല് ഇരുട്ടുകുത്തി പാലം നിർമ്മിക്കുന്നത്. മുണ്ടേരി ഉൾവനത്തിലെ ആദിവാസി നഗറിലേക്ക് പോകാനായാണ് പുതിയ പാലം പ്രധാനമായും നിർമ്മിക്കുന്നത്. മുണ്ടേരി വനത്തിലെ ഇരുട്ടുകുത്തി, വാണിയമ്പുഴ, തരിപ്പപ്പൊട്ടി, കുമ്പളപ്പാറ നഗറിലുള്ളവർക്ക് ഇത് ഏറെ ആശ്വാസമാവും. 2021-22 ബജറ്റിൽ ഉൾപ്പെട്ട പദ്ധതിക്ക് 5.76 കോടിയാണ് വകയിരുത്തിയിട്ടുള്ളത്. 100 മീറ്റർ നീളം വരുന്ന പാലത്തിന് 5 തൂണുകളുണ്ട്. 4.56 വീതിയുള്ള പാലത്തിൽ 3.75 മീറ്റർ കാരിയേജ് വേയും ഉണ്ട്. കൂടാതെ മുണ്ടേരി ഭാഗത്തെ അപ്രോച്ച് റോഡിന് 290 മീറ്റർ നീളവും ഇരുട്ടുകുത്തി ഭാഗത്ത് 50 മീറ്റർ നീളവുമാണ് ഉള്ളത്. പാലത്തിനും അനുബന്ധ റോഡിനും BM&BC സർഫേസിംഗ്, റോഡ് സേഫ്റ്റി പ്രവൃത്തികൾ, ബേം കോൺക്രീറ്റ് പ്രവൃത്തികൾ, വാഹന ഗതാഗത സുരക്ഷാ സംവിധാനവും പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പരിപാടിയിൽ നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി പുഷ്പവല്ലി ടീച്ചർ അധ്യക്ഷയായി. വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി, പോത്തുകല്ല് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യാരാജൻ, എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OT ജെയിംസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോണ റോയ്, വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി കണ്ടത്തിൽ, പോത്തുകല്ല് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ, പോത്തുകല്ല് പഞ്ചായത്ത് അംഗം തങ്ക കൃഷ്ണൻ, നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഏലക്കാടൻ ബാബു, അനിജ സെബാസ്റ്റ്യൻ, മറിയാമ്മ ജോർജ്, സോമൻ പാർലി, വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് നിമിഷ പി നാഗ്, മുജീബ് തുറക്കൽ, ബുഷ്ര തെക്കൻ, പോത്തുകല്ല് പഞ്ചായത്ത് അംഗങ്ങളായ ഷറഫുനീസ, ചീഫ് എഞ്ചിനീയർ ഹൈജിൻ ആൽബർട്ട്, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ EG വിശ്വപ്രകാശ്, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ C റിജോറിന, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. പ്ലാൻ ഫണ്ട് വിനിയോഗം മലപ്പുറം ജില്ല 1ാം സ്ഥാനത്ത്. നടപ്പു വാർഷിക പദ്ധതി നിർവഹണത്തിൽ ജില്ലയിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ പദ്ധതി വിഹിതത്തിന്റെ 74% ചിലവഴിച്ചാണ് സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനത്ത് എത്തിയത്. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്ലാൻ ഫണ്ടിന്റെ 81.23%, മഞ്ചേരി നഗരസഭ 97.23% ചിലവഴിച്ച് സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനത്താണ്. ബ്ലോക്ക് തലത്തിൽ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തുകളിൽ
ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്തും ജില്ലയിൽ 1-ാം സ്ഥാനത്താണ്. നേട്ടം കൈവരിച്ച തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ ജില്ലാ ആസൂത്രണ സമിതി യോഗം പ്രത്യേകം അഭിനന്ദിച്ചു. നിലമ്പൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. തൃക്കൈക്കുത്ത് പാലത്തിന്റെയും നിലമ്പൂർ ടൗൺ നവീകരണത്തിന്റെയും ഉദ്ഘാടനം തൃക്കൈക്കുത്തിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലമ്പൂരിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് നിലമ്പൂർ ബൈപ്പാസ്. നിലമ്പൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമമാണ് പൊതുമരാമത്ത് വകുപ്പ് നടത്തുന്നത്. ബൈപ്പാസിനുള്ള സ്ഥലമേറ്റെടുപ്പ് ഉൾപ്പെടെ 154 കോടി രൂപയുടെ പുതുക്കിയ ഭരണാനുമതി നേരത്തെ നൽകിയത്. എന്നാൽ പ്രവൃത്തി ആരംഭിക്കുന്നതിന് കുറച്ച് തുക അധികം കാണേണ്ടി വരും. അതിന് ധനകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലമ്പൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കാനുള്ള ഏത് ശ്രമമാണോ PWDയും സർക്കാരും നടത്തേണ്ടത്, ആ ശ്രമമെല്ലാം നടത്തി അത് യാഥാർത്ഥ്യമാക്കാൻ LDF സർക്കാർ മുന്നിൽ തന്നെ ഉണ്ടാകും എന്നുള്ളത് ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 154 കോടി രൂപ ഇതിനകം വകയിരുത്തിയിട്ടുണ്ട്. കുറച്ചുകൂടി തുക ആവശ്യമാണ്. ഇക്കാര്യത്തിൽ ധനകാര്യ വകുപ്പുമായി ചർച്ച നടത്തി വരികയാണ്. നിലമ്പൂർ ബൈപ്പാസ് യാഥാർത്ഥ്യമാക്കുക എന്ന കാര്യത്തിൽ LDF സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു. ഏതു സമയത്തും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുവാനുള്ള സാധ്യത നിലനിൽക്കെയാണ് നിലമ്പൂർ ബൈപ്പാസ് ഈ സർക്കാർ യാഥാർത്ഥ്യമാക്കുമെന്ന് പ്രഖ്യാപിച്ചത്. 1996-ൽ നിലമ്പൂർ ബൈപ്പാസിനായി ഭൂമി വിട്ടു നൽകിയ 150-ലേറെ കുടുംബങ്ങൾക്ക് ഇനിയും നഷ്ടപരിഹാരം പോലും നൽകുവാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് മന്ത്രിയുടെ പ്രസ്താവന എന്നതും ശ്രദ്ധേയമാണ്. വരുന്ന നിലമ്പൂർ നിയോജക മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ ശിവസേന മത്സരിക്കുമെന്ന് ശിവസേന രാജ്യ പ്രമുഖ് സജി തിരുത്തിക്കുന്നിൽ പറഞ്ഞു. ശിവസേനയുടെ മലപ്പുറം പ്രീ മെമ്പർഷിപ്പ് ക്യാമ്പയിനും ജില്ലാ സമിതി രൂപീകരണവും നിലമ്പൂർ ഹോട്ടൽ പാർക്ക് റെസിഡൻസിയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘടന 34 വർഷം പ്രവർത്തിച്ചപ്പോൾ സംഘടനയുടെ സംസ്ഥാന മിഷണറി ജില്ലകളിൽ സഞ്ചരിക്കാതെ പോയതാണ് അതിനുണ്ടായ കാരണം. എന്നാൽ ഇന്ന് 3 മാസം പിന്നിടുമ്പോൾ സംസ്ഥാന കമ്മിറ്റി എല്ലാ ജില്ലകളിലും സഞ്ചരിക്കുന്നതോടൊപ്പം ആ ജില്ലയിലെ പ്രധാന പ്രവർത്തകരെയും ശിവസൈനികരെയും നേരിട്ട് കണ്ട് അവരോട് തുറന്ന് സംസാരിക്കുവാനും എന്താണ് അവർ ചെയ്യുന്ന കാര്യങ്ങളെന്ന് ബോധ്യപ്പെടുവാനും തയ്യാറാവുന്ന ഒരു നേതൃത്വ നിര നമ്മൾക്കിന്ന് കേരളത്തിലുണ്ട്. ജില്ലാ സെക്രട്ടറി രഘു KM സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് TM കേശവൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി പെരിങ്ങല അജി മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ഉപരാജ്യ പ്രമുഖ് അജയൻ K ചപ്പാത്ത്, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഷിബു ചെമ്മലത്തൂർ, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഹരിനാരായണൻ, ദണ്ഡപാണി നിലമ്പൂർ, സതീഷ് മണ്ണാർക്കാട്, അനുമോൾ പാലക്കാട്, ഉത്തമൻ തൃശൂർ, ദേവരാജൻ കാടാമ്പുഴ, രാധാകൃഷ്ണൻ നമ്പൂതിരി എന്നിവർ ആശംസകൾ അറിയിച്ചു. ജില്ലാ ഭാരവാഹികളായി കേശവൻ TM പ്രസിഡന്റ്, രഘു KM സെക്രട്ടറി, ഹരികുമാർ വൈസ് പ്രസിഡന്റ്, C പ്രകാശ് ജോയിന്റ് സെക്രട്ടറി, ദണ്ഡപാണി നിലമ്പൂർ ട്രഷററായും സുമരഘു, ഷിബിക റാണി, ബിന്ദു സജി എന്നിവരെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായും തിരഞ്ഞെടുത്തു. മാരക ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിപണനവും തടയുന്നതിന് 100 ദിന കർമ്മ പദ്ധതിയുമായി മലപ്പുറം ജില്ലാ പഞ്ചായത്ത്. ഇതിന്റെ ഭാഗമായി ഏപ്രിൽ 15 മുതൽ പ്രചരണ പരിപാടികൾ ആരംഭിക്കും. പോലീസ്, എക്സൈസ് ഉദ്യോഗസ്ഥർ, അധ്യാപകർ, മറ്റ് വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ, മത സാമൂഹ്യ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ, വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ എന്നിവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടത്തിയ യോഗത്തിലാണ് തീരുമാനം. ലഹരിമുക്ത മലപ്പുറം എന്ന ലക്ഷ്യവുമായി സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ക്യാമ്പയിൻ ശക്തമാക്കുമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ പറഞ്ഞു. കണക്കുകൾ പരിശോധിക്കുമ്പോൾ 10 മുതൽ 15 വയസ്സിന്റെ ഇടയിൽ 70% കുട്ടികളിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെയാണ് കണക്കുകൾ പറയുന്നത്. ഈ അടുത്ത് കളക്ടറുടെ ഇന്റേൺസിനെ പോസ്റ്റ് ചെയ്യാറുണ്ട് 3 മാസത്തിലൊക്കെ. അപ്പൊ അവർക്ക് ഒരു ഡ്രൈവ് കളക്ടർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പ്രകാരം അവര് കൽപ്പകഞ്ചേരി ഭാഗത്താണ്, കൽപ്പകഞ്ചേരി പഞ്ചായത്തിലാണ് ഒരുപാട് വിദ്യാലയങ്ങൾ അവിടെ ഉണ്ട്. അതുകൊണ്ട് ആ ഒരു കുറെ വിദ്യാലയങ്ങളിൽ അവരൊരു സർവേ നടത്തിയപ്പോൾ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ അവർ എന്റെ അടുത്ത് വന്ന് അത് ഷെയർ ചെയ്തിട്ടായിരുന്നു.
ജില്ലയിൽ നിന്നും ലഹരിയെ പൂർണ്ണമായും തുടച്ചു നീക്കും. വിദ്യാഭ്യാസ രംഗത്തുൾപ്പെടെ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വിജയിപ്പിച്ച ജില്ലാ പഞ്ചായത്തിന്റെ മുൻകാല അനുഭവം ഇവിടെ മാതൃകയാക്കണമെന്നും പ്രസിഡന്റ് പറഞ്ഞു. ലഹരിക്കെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി കുട്ടികളിലെ സർഗാത്മകതയുടെ പ്രകാശനങ്ങൾക്ക് വഴിയൊരുക്കണമെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പി കെ ജയരാജ് പറഞ്ഞു. ഇതിന്റെ ഭാഗമായി ജില്ലയിൽ വിദ്യാർത്ഥികളുടെ ബിനാലെ സംഘടിപ്പിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ലഹരിക്കെതിരെ ജില്ലാ പഞ്ചായത്തും ജില്ലാ ഭരണകൂടവും നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് യോഗത്തിൽ പങ്കെടുത്ത സംഘടനാ പ്രതിനിധികൾ അറിയിച്ചു. ലഹരിയുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന വിപത്തുകളെക്കുറിച്ചുള്ള നേരനുഭവങ്ങൾ അധ്യാപകരും വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും യോഗത്തിൽ വിവരിച്ചു. യോഗത്തിൽ പങ്കെടുത്ത വിദഗ്ധരുടെയും സംഘടനാ പ്രതിനിധികളുടെയും നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് വിപുലമായ പരിപാടികൾ ആസൂത്രണം ചെയ്യും. വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ എൻ.എ. കരീം, നസീബ അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗഹൃദ ഇഫ്താർ വിരുന്നും ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഉദ്ഘാടനവും നടന്നു. പരിപാടി CH സെന്റർ ചെയർമാൻ PV അലി മുബാറക് ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PT റൂൻസ്കർ സ്വാഗതം പറഞ്ഞു. മുനിസിപ്പൽ പ്രസിഡന്റ് കുമഞ്ചേരി ഷൌക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസറായ ദിനേശ് ലഹരി ബോധവൽക്കരണ ക്ലാസ് എടുത്തു. സൗഹൃദ പ്രതിനിധികളായി നിലമ്പൂർ മാരിയമ്മൻ കോവിൽ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ബാലകൃഷ്ണൻ, സുബ്രഹ്മണ്യ ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ശിവൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി സൗഹൃദ പ്രതിനിധികളായി പത്മാക്ഷൻ, ശ്രീധരൻ, മുജീബ് റഹ്മാൻ, തോമസ് കെ, പർവീസ് ചന്തക്കുന്ന്, ഷിബു പുത്തൻ വീട്ടിൽ തുടങ്ങിയവരും മാധ്യമപ്രവർത്തകരും ഇഫ്താറിൽ പങ്കെടുത്തു. ഇഫ്താറിന് റഷീദ് മാസ്റ്റർ, ഷറഫുദ്ദീൻ കെ, അജ്മൽ അണക്കായി, ഷുഹൈബ് KK, മുംതാസ് ബാബു, കുന്നുമൽ സൈദലവി, ഷിഹാബ് മൂർഖൻ, ആസിഫ് മുന്ന, ദുനൈസ് VK, ഇബ്രാഹിം ഇല്ലിക്കൽ, കൂട്ടിനു OT, നൌഷാദ്, ലംസി KM, നൌഷാദ് പാത്തിപ്പാറ എന്നിവർ നേതൃത്വം നൽകി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.